ഇനി പാലക്കാട് നിന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടി ഗൂളിക്കടവിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ 3 മണിക്കൂർ വൈകിയെന്ന് പരാതി. ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തതാണ് പ്രതിസന്ധിയായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, എന്താണ് സാഹചര്യം? ഇങ്ങനെയൊരു പ്രതിസന്ധി രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ രോഗിയുടെ അവസ്ഥ എന്താണ്? ബന്ധുക്കൾ പറയുന്നത് എന്താണ് നിഖിൽ? ഇന്ന് ഉച്ചയ്ക്കാണ് ഗൂളിക്കടവിൽ വെച്ച് ഒരു വൻമരം കടപുഴകി വീണതിനെ തുടർന്ന് ഓട്ടോയിൽ യാത്ര ചെയ്യുകയായിരുന്ന ഫൈസൽ എന്ന 25-കാരനെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഫൈസലിനെ നേരെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ടായിരുന്നു. മതിയായ ചികിത്സാ സൗകര്യം കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇല്ലാത്തതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഈ ഫൈസലിനെ റെഫർ ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടേക്ക് കൊണ്ടുപോകാൻ ഈ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തതിനാൽ, വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള ആംബുലൻസ് ഇല്ലാത്തതിനാൽ ഏതാണ്ട് 3 മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലകുറി അട്ടപ്പാടി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ആരോഗ്യവകുപ്പൊക്കെ മേലിലടിക്കുമ്പോഴാണ് അവിടെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ലാതെ രോഗികൾ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഈ ഗൂളിക്കടവിൽ അപകടത്തിൽപ്പെട്ട രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ 3 മണിക്കൂറോളമാണ് വൈകിയത്. പിന്നീട് ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് ഈ മഴക്കെടുതിയിൽ പരിക്കേറ്റ രോഗിയെ മാറ്റിയത്. ഇക്കാര്യത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഫൈസലിന്റെ ബന്ധുക്കൾക്കും അടക്കം തന്നെ അവിടുത്തെ നാട്ടുകാർക്കുമുണ്ട്. എന്തായാലും ഈ രോഗിയെ ഇതിനോടകം തന്നെ മാറ്റിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നിലനിൽക്കുന്നത് ഈ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പരിമിതികളെ കുറിച്ചുള്ള ചർച്ചകളാണ്. അടിയന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് സാമൂഹ്യ പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. എന്തായാലും ആ വിഷയത്തിലൊരു അടിയന്തര ശ്രദ്ധ വേണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അധികൃതരുടെ മുമ്പിലേക്ക് ആ സംഭവം ഞങ്ങൾ വെക്കുകയുമാണ്.